ഈ വർഷം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരുന്നൊരു സിനിമയാണ് F1 എന്ന് പറയുന്നത്. ബ്രാഡ് പിറ്റ് അഭിനയിച്ച. എന്താണേലും ഇന്നലെയാണ് ഇത് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലാണ് ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്തത്. ഐമാക്സിലാണ് ശരിക്കും ഇതിന്റെ പ്രോപ്പർ ഔട്ട് കിട്ടുക. പക്ഷേ കോഴിക്കോടൊന്നും ഐമാക്സ് അവൈലബിൾ അല്ല. കൊച്ചിയിൽ നിന്ന് പറ്റാണ് ഈ സിനിമ കാണുന്നത്. ജോസഫ് കസൻസ്കി ഇങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക റിവ്യൂ പറയാനൊന്നും നിശ്ചയില്ല. പക്ഷേ ടോപ്പ് ഗൺ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അയാള് ഭീകരമായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മ്യൂസിക് ഹാൻസ് സിമ്മർ. പിന്നീട് ഇതിന്റെ ഏറ്റവും കോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോർട്ടിനെ അതിന്റെ എല്ലാ വികാരത്തോടും കൂടി എന്താ പറയണ്ട ആ ശരിയായ സാധനമൊക്കെ കിട്ടുന്നുണ്ട് F1-ന്. അത് അത് എല്ലാ സിനിമകൾക്കും ഒരു പക്ഷേ സ്പോർട്സ് സിനിമ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല. ശരിക്കും F1 ഇതൊക്കെ കണ്ടു തുടങ്ങുന്നത് റഷ് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. റഷ് ജെയിംസ് ഹണ്ടും നിക്കി ലൗഡയും തമ്മിലുള്ള ഒരു അവരുടെ കരിയറിലുള്ള റിവൈലറി ആയിട്ടുള്ള സംഗതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ സിനിമയേക്കാൾ ഈ സിനിമ മേളിലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായ ഒരു ബെഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു F1. ഇതൊരു സ്പോർട്സ് ലവേഴ്സ് ആയിട്ടുള്ള ഏതൊരാൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും ഈ സിനിമ. ടെക്നിക്കലി ആണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും വിഷ്വൽസും സൗണ്ടും ഒക്കെ ഭീകരാണ്. പറ്റെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടുനോക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ഇത് ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് പറയണ വെച്ചാല് നമ്മളൊക്കെ കാണുന്ന റേസേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഇതിനകത്ത് ഹാമിൽട്ടനെ കാണിക്കുന്നുണ്ട്, പിന്നീട് ഈ പറയുന്നത് ചാൾസ് ലെക്ലയറെ കാണിക്കുന്നുണ്ട്, ഒരുപാട് റേസേഴ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. എന്തായാലും അസാധ്യ പടമാണ് ഇതിനെ കണ്ടുപോകുക.